Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. Let's cook with love. കഴിഞ്ഞ പ്രാവശ്യം എന്നാണെന്നറിയോ, നമ്മൾ വാചകവും പാചകമായിരുന്നു. ഈ പ്രാവശ്യം ഭയങ്കര സ്നേഹത്തിലാണ്. ഇനി ഈ സ്നേഹം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കുഞ്ഞുനാളിലൊക്കെ ഉണ്ടല്ലോ, ഈ സ്നേഹം എന്ന് പറയുമ്പോൾ നമ്മുടെ അപ്പനോടുണ്ട്, അമ്മയോടുണ്ട്, കൂടപ്പുറപ്പുകളോടുണ്ട്. അത് മാത്രമല്ല, ഒരു വീട്ടിലേക്ക് ഒരാൾ വന്നാൽ അമ്മച്ചി ഓടിപ്പോയി കോഴിയെ പിടിച്ച കോഴിക്കറി വെക്കുക. പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഒരു ഞായറാഴ്ച വരാനിരിക്കും ഒരു കോഴിക്കറി വെക്കാനായിട്ട്. അന്നേരം ഒരു ആഘോഷം പോലെ. ഇത് എൻ്റെ വീട്ടിലുള്ള നടന്ന കാര്യം തന്നെയാണ് പറയുന്നത്. എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് തോന്നുന്നു, അറിയത്തില്ല. പക്ഷേ എൻ്റെ വീട്ടിലെ അനുഭവങ്ങൾ ഞാൻ പങ്കിടുക. അന്നേരം ഈ കോഴിക്കറിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് എന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ പറ്റിച്ചിട്ടുണ്ട്. എന്നാന്ന് വെച്ചാൽ പറയുകയല്ലേ, ഇന്ന കഷ്ണം മാറ്റി വെച്ചേക്കണം, ഇന്ന കഷ്ണം ഇന്ന ആൾക്കാർ, ഇന്ന കഷ്ണം ഇന്ന ആൾക്കാരെന്നൊക്കെ പറയല്ലേ. ഈ ചെറുപ്പത്തിൽ എന്നെ അറിയാനാ അല്ലേ, ഇന്നത് എന്നതാ അതെന്നതാ ഒരു വിലയൊന്നും അറിയാൻ മേലായിരുന്നു. പക്ഷെ പിന്നെ മനസ്സിലായി. ചെന്നപ്പത്തേന് ഞാൻ ഇവരോടൊക്കെ ചോദിച്ചു, നീയൊക്കെ എന്നെ പറ്റിക്കുമായിരുന്നല്ലേ എന്ന് ചോദിച്ചു. അതിനും വേണ്ടി ഇവരോടൊക്കെ വാശി തീർക്കണ്ടായോ? അന്നേരം ഞാൻ പഠിക്കുന്ന കുറേ റെസിപ്പീസുണ്ട്. അന്നേച്ച് ഇതൊക്കെ ഉണ്ടാക്കിയേച്ച് എൻ്റെ ചേച്ചിമാർക്കും എൻ്റെ അനിയന്മാർക്കും എല്ലാം ഞാൻ കൊടുത്തേച്ച് കാര്യം പറയാറുണ്ട്. ഇതേപോലെ എന്നെ പറ്റിച്ച് എൻ്റെ റിവെഞ്ചായിട്ട് ഞാൻ ഇന്ന് ഒരു കറി കണ്ടുപിടിച്ചു എന്നും പറഞ്ഞ് നമ്മൾ വരുന്ന ഗസ്റ്റിന് റിവെഞ്ച് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ നല്ലൊരു കറിയാണ്. ഇതെൻ്റെ ഒരു പരീക്ഷണം പോലെ ഞാൻ നടത്തിയതാണ്. അത് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ. പരീക്ഷിച്ചല്ല, ഞാൻ പരീക്ഷിച്ച് വിജയിച്ചു. എൻ്റെ ഏട്ടനും എൻ്റെ മക്കൾക്കും ഒക്കെ ഞാൻ കൊടുത്ത അവർ ഓക്കെ പറഞ്ഞ ഒരു കറിയാണ്. അതല്ലേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരത്തുള്ളൂ, പറ്റിക്കുമല്ല കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് തുടങ്ങിയാലോ. എന്നാക്കെ ഇതിന് വേണ്ടിയേ ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ഈ ചിക്കന് ഒരു പേരിട്ടിട്ടുണ്ട്, ചിക്കൻ രാര. അത് ശരിക്കും ഇത് എങ്ങനെ കണ്ടുപിടിച്ചത്? ഇത് ശരിക്കും ഒരു ഡിഷായിട്ടുണ്ട്. അതല്ല, ഇതിനകത്ത് കുറച്ച് ഞാൻ എൻ്റെ പൊടിക്കൈകളൊക്കെ ചേർത്തിട്ടുണ്ട്, അത് വേറെ കാര്യമാണ്. ഇനി എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് എന്നാക്ക വേണ്ടിയെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഇത് ആക്ച്വലി ചെറിയ ഫ്ലെയിമേൽ ഫസ്റ്റ് ഇവിടെ ഇരിക്കട്ടെ. നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നറിയോ, ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ പോവാണേ. ഇതിന് വേണ്ടിയ സാധനങ്ങൾ തുടക്കമല്ലേ, എല്ലാത്തിനും തുടക്കം ഒരു മഞ്ഞപ്പൊടി നല്ലതാണ്. മഞ്ഞപ്പൊടി നല്ലതല്ല, മഞ്ഞ എപ്പോഴും നല്ലതാ എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ് വിത്ത് മഞ്ഞപ്പൊടി കുറച്ച് മതി. കാര്യം നമ്മൾ എന്നാന്നറിയോ, കറിയിലും അതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാൻ നേരം ഇടുവേ, അന്നേരം ഇച്ചിരി ഇട്ടേച്ചാൽ മതി. അന്നേരം ഇനി വേണ്ടിയത് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ് ഞാനിവിടെ മേടിച്ചേക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അന്നേരം ചതച്ചെടുക്കുന്നതാണ്. 1 കിലോ ചിക്കൻ ആന്നേൽ 1.5 ടീസ്പൂൺ ഇഞ്ചിയും 1.5 ടീസ്പൂൺ വെളുത്തുള്ളിയും, ഇതാ കണക്ക്. ഇനിയിപ്പോൾ മേടിക്കുന്നതിനാന്നേലും ഈ പറഞ്ഞ പോലെ 3 ടീസ്പൂണൊന്നും ഇടണ്ട കേട്ടോ, കുറച്ചിട്ടാൽ മതി. അതിനകത്തൊരു വിനീഗറിൻ്റെ ടേസ്റ്റ് ഉണ്ട്, അതിനൊരു കോൺസെൻട്രേഷൻ കുറച്ച് കൂടുതലാണ്. അന്നേരം അതിനൊരു ചോ വരും. അന്നേരം അതൊന്നും വേണ്ട. പക്ഷെ ഇപ്പം ധൃതി പിടിച്ച് ഞാൻ ചെയ്തുകൊണ്ട് ഇപ്പം ഞാൻ എന്നാ കാണിക്കുന്നതെന്നല്ലേ നിങ്ങൾ ചെയ്യുന്നത്, ആലോചിക്കരുത്. ഇപ്പം ധൃതി പിടിച്ച് കിട്ടിയത് ഇതാ. അന്നേരം ഞാനൊരു എന്നാ പറയുക, നമുക്ക് ഗ്രേവിയിലും കൂടെ ചേർക്കാനുണ്ട്. അന്നേരം 1 ടീസ്പൂൺ ഇട്ടേച്ചാൽ മതി. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കുരുമുളക്. ഈ അളവ് എന്നാന്നറിയോ, കറക്റ്റായിട്ട് പറയാൻ മേലാത്തേ. 1 കിലോയുടെ കണക്കാന്നേലും ഓക്കെ, പക്ഷേ ഇവിടെ എനിക്ക് 1 കിലോ തന്നെ ഞാൻ എടുത്തിട്ടില്ല, ഒരു 1/2 kg വരത്തുള്ളൂ. അന്നേരം ഈ 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ എന്ന് പറയാൻ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയാൻ മേല. ഇതെല്ലാം എൻ്റെ ഒരു കൈവാക്ക. അന്നേരം എൻ്റെ ഒരു ഇത്രയും കോഴിക്ക് ഇത്രയും മതിയാവും എന്ന് തോന്നുകയല്ലേ നമുക്ക് തന്നെ. അന്നേരം അതനുസരിച്ച് എൻ്റെ അമ്മമാർ ഇട്ടേച്ചാൽ മതി. ഇനി ഇതിനകത്തോട്ട് നെക്സ്റ്റ് വേണ്ടിയത് മുളക് പൊടി. മുളക് പൊടി കാശ്മീരി ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. അതല്ല, എരിവ് നോക്കിയേച്ച് കുരുമുളകുണ്ട് മുളക് പൊടിയുണ്ട്. അന്നേരം അത് എരിവ് നോക്കിയേച്ച് വേണം നമ്മൾ ചേർക്കാനായിട്ട്. ഇതിപ്പോൾ 1 ടീസ്പൂൺ കണക്കാക്കി ഇട്ടിട്ടില്ല, നമുക്ക് ഗ്രേവിയിൽ ഇടാനുണ്ട്. ഇത് ചിക്കനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണേ. പിന്നെ നെക്സ്റ്റ് ഇടാനുള്ളത് ഉപ്പ. അപ്പോൾ അത് ടീസ്പൂൺ കണക്കൊന്നും എന്നെക്കൊണ്ട് പറ്റിയേലേ. ഇനിയിപ്പോൾ ചിലരാലോചിക്കും, ഉപ്പ് ഇടാനായിട്ട് കൈ കഴുകിയില്ല. ഞാൻ കൈ കഴുകിയേച്ചാണ് നിൽക്കുന്നത്, വൃത്തിയായിട്ടേ നിൽക്കത്തുള്ളൂ. ഇനി ഇതിനകത്ത് നെക്സ്റ്റ് പറയാം. ലാസ്റ്റാന്നു ഞാൻ നാരങ്ങാനീര് ചേർക്കുന്നത്. ഇത് ആദ്യം ഉപ്പും നാരങ്ങാനീരും നമ്മൾ മീനേലോ അല്ലേലോ ചിക്കനേലോ ഒക്കെ ചേർക്കുവാന്നേൽ ഇതിനൊരു ഉലുമ്പ് ഇത് വരും. അത് ഫസ്റ്റ് ഇതിനകത്ത് നിന്ന് അങ്ങ് ഇറങ്ങും. അതിൻ്റെ ചോരയും അതിൻ്റെ ഉലുമ്പും എല്ലാം കൂടെ ഇറങ്ങി വെച്ച് ചിക്കനകത്തൊരു വല്ലാത്തൊരു മണം വരുവേ. അന്നേരം ആദ്യം അത് ചേർക്കണ്ട. ലാസ്റ്റ് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ചേർത്തേച്ചാൽ മതി. ഇതിപ്പം നാരങ്ങാനീരല്ല ഞാൻ ചേർക്കാൻ പോകുന്നത്, വിനീഗറാണ്. വിനീഗർ എന്നാ ചേർക്കുന്ന കാര്യം എന്നാന്നോ, എപ്പോഴും നമ്മുടെ വീട്ടിൽ നാരങ്ങ കാണണമെന്നുണ്ടോ? ഇല്ല. ഇതാന്നേലും എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണും. അന്നേരം അമ്മമാർക്ക് ചെയ്യാൻ നോക്കുവേ. അതുകൊണ്ട് ഒരു ഇച്ചിരി ഈ വിനാഗിരി നാരങ്ങാനീരും നമ്മൾ ചേർക്കുവാന്നേൽ ഒരു ഇച്ചിരി ചേർക്കാവുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഗ്രേവിയിൽ നമുക്ക് ഇനി ടൊമാറ്റോ ചേർക്കണം,
തൈരും ചേർക്കാനുണ്ട്. തൈര് ചേർക്കുമ്പോൾ പുളിയില്ലാത്ത തൈരായിരിക്കണം എടുക്കണം. തൈരിനെ പറ്റി ഇപ്പം ചിന്തിക്കേണ്ട, നമ്മളിപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്യാൻ പോവാം. ഇത് എല്ലുള്ള കോഴിയായാലും, ഇതിപ്പം ബോൺലെസ്സാണ് ഞാൻ എടുത്തേക്കുന്നത്. അല്ല സാധാ കോഴിയാന്നേലും കുഴപ്പമില്ല, അതല്ല കീമ ആന്നേലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ എല്ലില്ലാത്ത കഷ്ണമാന്നേലും അതും കുഴപ്പമില്ല. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തത്, ഇതൊരു കുറച്ച് റിച്ച് ഫുഡാണോ എന്ന് ചോദിച്ചാൽ ആന്നു. ഹെൽത്ത് കോൺഷ്യസ് ആയപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ ജിമ്മും അതുമൊക്കെ ആയിട്ട് നടക്കുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ കാര്യം പറയാമല്ലോ, ഉള്ള നേരെ ഞാൻ പറയാം, വായ്ക്ക് രുചിയായിട്ട് നല്ലതായിട്ട് കഴിക്കണം. അതാണ് എൻ്റെ ഏക ഒരു പോളിസി. കാണുമ്പോഴേ നിങ്ങൾ പറയുമോ, കണ്ടാലും പറയും എന്ന് പറയും, പക്ഷെ അതും എനിക്കറിയാം. പക്ഷേ ഇപ്പം ഞാൻ ഇത്രയും മനം വെച്ച് ഇരിക്കുന്നതിൻ്റെ റീസൺ ബിഹൈൻഡ് ഉണ്ട്. ഇപ്പോൾ കുറേ ഉണക്ക കാര്യങ്ങൾ പറയും, ഞാൻ രക്ഷപ്പെടാനുള്ള കുറേ റീസൺസ് പറയും എന്നല്ലേ. പക്ഷേ അല്ല, എൻ്റെ പ്രേക്ഷകരും അതറിയണം ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഇത്രയും വണ്ണം വെച്ചു എന്നുള്ളത് എല്ലാവരും അറിയണ്ടേ, അതിൻ്റെ റീസൺസ് ബിഹൈൻഡ്. ഇപ്പം അറിയാൻ വലിയ അത്യാവശ്യമൊന്നുമില്ല എന്ന് ചിലർ ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല, ഇത് റീസൺ ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പം എന്നാ ചേർത്ത്? നെയ്യാണ് ചേർത്ത്. നെയ്യ് കുറച്ച് ചേർത്തേച്ച് അതിൻ്റെ കൂടെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ, നമ്മുടെ കൈവാക്കിന് വെളിച്ചെണ്ണ വേണ്ട, അതല്ലാതെ ഏതെങ്കിലും. ഇതൊക്കെ അളവ് എങ്ങനെയാണ് പറഞ്ഞു തരുന്നത്? സത്യമായിട്ട് പറഞ്ഞാൽ അളവ് പറയാൻ എനിക്കറിയാൻ മേല. ഒരു വലിയ ടീസ്പൂൺ ഇട്ടു നിറച്ച് ഏതാ നെയ്യ്. എണ്ണ അതിനനുസരിച്ചൊരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു. ഇനിയിപ്പോൾ അഥവാ നമ്മൾ ഇനിയിപ്പോൾ ഉള്ളിയൊക്കെ ഇട്ടേച്ചാൽ അതൊന്ന് തികയാതെ പോയെന്ന് തന്നെ കണ്ടു, അന്നേരം ഒരു ഇച്ചിരി കൂടെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് നമ്മൾ ചേർക്കാൻ പോകുന്നത് എന്നാണെന്നറിയോ? നല്ല ജീരകം, അതായത് നമ്മുടെ സാധാ വീട്ടിലുള്ള ജീരകമല്ലേ തോരനൊക്കെ ഇടുന്നേ, ആ ജീരകം ഒരു ശകലം. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറാണേ. അത് മൂക്കാൻ അങ്ങനെയല്ല, എന്നാലും നമ്മൾ ആ ചെറിയ തീയൽ ഈ പറഞ്ഞ എണ്ണയും നെയ്യും ഇച്ചിരി ചൂടായി കഴിയുമ്പോഴത്തേന് ജീരകം ഇട്ടു, 2-3 ഗ്രാമ്പു. ഈ പട്ടയുടെ ഇല ഒത്തിരി ഇടണ്ട, ഇത് പിച്ചിരിയല്ലേ ഉള്ളൂ. നേരെ ഒരു ഇലയാന്നേൽ ഒരു 2-3 ഇങ്ങനെ ചികിറി ഇട്ടേച്ചാൽ മതി. വലിയ ഇലയാന്നേൽ അതിനെ പകുതി ഇട്ടേച്ചാൽ മതി. ഇതിൻ്റെ കൂട്ടത്തിൽ ഏലക്ക ഒരു 2-3 കൂടെ. ഈ സാധനങ്ങളൊക്കെ നമ്മൾ ബട്ടർ ചിക്കനും ചേർക്കും. ഇനി ഇതിനകത്തോട്ട് ഇത് ഒരുപാട് മൂത്ത് അങ്ങനെ തന്നെ പറയുക പൊട്ട് അങ്ങനെ പിടിക്കലൊന്നും വേണ്ട. ഇതിനകത്തോട്ട് നമ്മുടെ ഉള്ളി 1 കിലോയ്ക്ക് ഒരു വലിയ 2 സവാള എടുത്തോ. എന്നാൽ ഉള്ളി കൂടി പോകാനും പാടില്ല. ഒരു കാര്യം ചെയ്യും, വലിയ 2 സവാള വേണ്ട, വലുതാണെങ്കിൽ ഒറ്റ ഒരെണ്ണം, മീഡിയം സൈസ് ആണെങ്കിൽ 2 എണ്ണം. ഇതൊരിച്ചിരി നല്ലതായിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക, നല്ല മൊരിയണം. നല്ല മൊരിയാനായിട്ട് ഒരിച്ചിരി ഉപ്പ്. ഈ ഉള്ളി മൂക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും, അതായത് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് 1.5 ടീസ്പൂണാണ് നമ്മൾ സാധാ ചതയ്ക്കുന്നതാന്നേൽ. ഇതാണെങ്കിൽ അത്ര ഇടണ്ട, നമ്മൾ ഒരു ഫുൾ ടീസ്പൂണാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഹാഫ് ഇതിനകത്ത് ഇട്ടേച്ച് ഹാഫ് നമ്മൾ കറിയിലും ഇട്ടു. ഇതിൻ്റെ കൂടെ ഇട്ടുന്നത് എന്നാണെന്നറിയാമോ? അത് നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്ന പേസ്റ്റ് ആയതുകൊണ്ട് അതിന് കുറച്ച് നേരം അതിനൊരു എന്താ പറയുക, നമ്മൾ എത്ര ഉണ്ടാക്കി കഴിഞ്ഞാലും അതിനൊരു ചെറിയൊരു കമർപ്പ് വരും, ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും. അതുകൊണ്ട് അതിന് ഒത്തിരി ഇടണ്ട, അതിനകത്ത് ഇച്ചിരി ഇട്ടാൽ മതി. പക്ഷേ അന്നേരം ചതച്ച് അന്നേരം ഇടുവാണെങ്കിൽ എന്നാ മണമാണെന്നറിയാമോ നമ്മൾ ആ ഉള്ളി വയറ്റുമ്പോൾ ഇടുമ്പോൾ. ഇതിന് മണക്കുറവൊന്നുമില്ല, ഗുണവും കുറവൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത്, എന്നാ ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ ആ ഫ്രഷ്നെസ്സോടെ ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റും അതിൻ്റെ ഒരു മണവും ഉണ്ട്. ഉള്ളി മൂത്ത്. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ സെയിം പൗഡറുകൾ, മഞ്ഞൾപ്പൊടി ഇതിനകത്തിട്ടു, പിന്നെ ഇതിനകത്ത് ഇടുക. അന്നേരം കൂടാൻ പാടില്ല, അതനുസരിച്ച് 50-50 റേഷ്യോയിൽ വേണം നമ്മളിടാൻ. അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഒരുപാട് ചുവയ്ക്കും കറിക്ക്. 3-4 പ്രാവശ്യം ഇടുന്നതായിട്ട് നിങ്ങൾ കാണും, പക്ഷേ ഞാൻ ഇടുന്നത് ഒരു ഇച്ചിരിയേ ഉള്ളൂ. പിന്നെ വേണ്ടത് മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 2, 1:2 എന്ന റേഷ്യോയിൽ പോയാൽ മതി. പിന്നെ വേണ്ടത് ഒരു ഇച്ചിരി ഗരം മസാല. ആദ്യം ഒരു ഇച്ചിരി ഇടുക, പിന്നെ എന്നാന്നോ കറി വാങ്ങാൻ നേരം ഒരു ഇച്ചിരി ഇടണേ. ഇതിപ്പോൾ 1/2 കിലോ കോഴിയല്ലേ ഉള്ളൂ, അന്നേരം അതനുസരിച്ച് ഇട്ടേച്ചാൽ മതി. ഇതിപ്പോൾ ഒരു
എന്നാ പറയുക, 1/2 ടീസ്പൂൺ തന്നെ ഇട്ടില്ല, കാലായിട്ട്. ഈ പൊടി ഒന്ന് മൂക്കാൻ നേരം ഇച്ചിരി ആ പച്ചച്ചോവ ഒന്ന് മാറിക്കഴിഞ്ഞാൽ തക്കാളി 1/2 കിലോ അല്ലേ, അന്നേരം പിന്നെ ഒരു മുഴുത്തതാന്നേൽ 1, തീരെ ചെറുതാന്നേൽ ഒരു 2 എണ്ണം എടുത്തോ. ഇതിപ്പോൾ അരച്ചു വെച്ചിരിക്കുക, ഇതൊരു 3-4 എണ്ണം അരച്ചേക്കുക. അപ്പോൾ ഇതേപോലത്തെ ഒരു തവി, ഇതിപ്പോൾ എത്ര എണ്ണ പറയുന്നത്, ഒരു തവി കണക്കെടുത്തോ. പിന്നെ ഇതിൻ്റെ തക്കാളിയുടെ പുളി നോക്കണേ, പച്ച തക്കാളി ആയി കഴിഞ്ഞാലുണ്ടല്ലോ അത് പുളിയായിരിക്കും. കണ്ടോ, ഇപ്പോൾ ആ പൊടിയെല്ലാം ഇട്ടേച്ച് നമ്മൾ ഒഴിച്ച എണ്ണയുണ്ടല്ലോ അതിങ്ങനെ തെളിഞ്ഞ് വരണം. നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ അറിയാവേ, ആ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. അന്നേരം ഉണ്ടല്ലോ, അതാ ഞാൻ പറഞ്ഞ പോകെ അതങ്ങ് പൊടി മൂക്കുമെന്ന് പറഞ്ഞില്ലേ, എന്ന് പറഞ്ഞ പോലെ. ഇനി എണ്ണ നല്ലതായിട്ട് തെളിഞ്ഞ് കഴിയുമ്പോഴത്തേന് നമ്മൾ നേരത്തെ പറഞ്ഞ തൈരുണ്ടല്ലോ, ഒത്തിരി പുളി വേണ്ട, എന്നാൽ തണുപ്പും പാടില്ല. ഒത്തിരി തണുത്ത തൈരെടുത്ത് ഇതിനകത്തോട്ട് ഒഴിക്കുവാന്നേൽ ഇങ്ങനെ പിരിഞ്ഞു പോകും. തണുപ്പില്ലാത്ത തൈരാന്നേൽ വലുതായിട്ട് പിരിയുകയില്ല. ഇനിയിപ്പോൾ ടെൻഷൻ വേണ്ട, നമ്മൾ മറന്നു പോയി എടുത്ത് വെളിയിൽ വെക്കാനായിട്ട്. അന്നേരം ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്തുകൊണ്ട് വന്നേച്ച് നമ്മൾ അഥവാ ഒഴിച്ചു പോയി പിരിഞ്ഞു പോയെന്ന് തന്നെ വെച്ചോ, കുഴപ്പമില്ല. കുറച്ച് നേരം ഇച്ചിരി നേരം ഒന്ന് മൂപ്പിച്ച് ഈ അരപ്പോട് കൂടി അങ്ങ് ചേർത്തെടുത്തേച്ചാൽ മതി. ഇതൊരു ടേബിൾ സ്പൂൺ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ടീസ്പൂണിനെക്കാട്ടിലും ഒരു ഇച്ചിരി കൂടി വലുതാണേ, ഒരു 2 സ്പൂൺ ഒഴിച്ചേച്ചാൽ മതി. കാര്യം പുളി വിനാഗിരിയുടെ പുളിയുണ്ട്, തക്കാളിയുടെ ഉണ്ട്, പിന്നെ തൈരും കൂടെ വരും. തൈര് വലിയ പുളിയായിട്ട് എടുക്കരുത്, വലിയ പുളിയില്ലാത്ത തൈര് എടുത്തേച്ചാൽ മതി. കണ്ടോ, നമ്മൾ നേരത്തെ ഒഴിച്ച തക്കാളി ചേർത്തപ്പത്തേനും എണ്ണ തെളിഞ്ഞു, ഇനിയിപ്പോൾ തൈര് ചേർത്തപ്പത്തേനും എണ്ണ തെളിഞ്ഞു. ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് ചേർക്കാൻ പോവാം. ആദ്യം വെള്ളം ഒഴിക്കണ്ട, ഈ ചിക്കനെ ഇച്ചിരി വെള്ളം ഊറും. പക്ഷെ ഇതിനകത്തൊരു ചെറിയൊരു കാര്യം കൂടെ പറയാനുണ്ട്. എന്നാന്നോ, വെള്ളം ഊറുന്ന പറയുന്ന കാര്യം നേരാ, പക്ഷേ അതിന് ഊറാനായിട്ട് ഒരു ഇച്ചിരി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഒത്തിരിയല്ല, ഒരു ഇച്ചിരി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഊറും. ഈ വെള്ളം ഊറി വെച്ച് ഈ ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളം ഉണ്ടല്ലോ, അതിൽ കിടന്ന് ഈ ചിക്കൻ വെന്ത് ചെറിയ ഫ്ലെയിമേലിട്ട് അത് വെന്ത് നല്ല കുറുകി എടുക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി അത് തുറന്നു നോക്കട്ടെ. ഇത് കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ്. ഇനി നമ്മുടെ ഈ എണ്ണ എല്ലാം തെളിഞ്ഞ സ്ഥിതിക്ക് ഇനി ചിക്കനെ അധികം ഇട്ടേക്കാൻ ഒക്കുകയില്ല. അതിനകത്ത് എന്നാ ചെയ്യണമെന്നറിയോ, കുറച്ച് കറിവേപ്പില ഇടാൻ ഒക്കാത്തതുകൊണ്ട് കുറച്ച് കസൂരി മേത്തി, ഒരുപാട് ഇടരുത്, ഇത് ഒത്തിരി ഇട്ടാൽ കഴിക്കുവേ. എന്നാൽ ഇതിൻ്റെ ഒരു മണം വേണം. ഈ നിങ്ങൾ കാണുമ്പോൾ ഞാൻ 3-4 പ്രാവശ്യം ഇടുന്നതായിട്ട് തോന്നും. ഇച്ചിരി ഇട്ടാൽ മതി എന്ന് പറഞ്ഞു വെച്ചാൽ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ടല്ലോ കൊച്ചേ എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ടാവും. പക്ഷെ അങ്ങനെ അല്ല, ഞാൻ വേണ്ട ഈ 2 വിരൽത്തുമ്പേ പറ്റുന്നതേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇനി എന്നാന്നറിയോ, നോർത്ത് ഇന്ത്യൻ കറികളൊക്കെ നമ്മൾ വെക്കുമ്പോഴത്തേന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്നറിയാം, കറിവേപ്പില ഇല്ലെങ്കിൽ നമ്മൾ കസൂരി മേത്തി ഇട്ടു, എന്നാൽ എൻ്റെ ഫ്രിഡ്ജിനകത്തും എല്ലാ അമ്മമാരുടെ ഫ്രിഡ്ജിനകത്തും ഉള്ള ഒരു സാധനമുണ്ട്. എന്നാന്നറിയാം, ചിലപ്പോൾ വാടിക്കരിഞ്ഞ ഒരു മല്ലിയില ആയിരിക്കാം, പക്ഷെ എന്നാലും ഒരു പച്ച അതിനകത്ത് കിടക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു സന്തോഷം. പക്ഷെ മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അധികം നേരം വേണ്ട, ഓഫ് ചെയ്തേക്കാം. ഇനി നമ്മൾ ഗരം മസാല ഇട്ടു, ഞാൻ തീ ഓഫ് ചെയ്തു, മല്ലിയില എല്ലാം ചേർത്തു. ഇനി ഇതിൻ്റെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടി മാത്രം ഒരു പിഞ്ച്, കണ്ടല്ലോ, ഇച്ചിരി ഗരം മസാല, ഒരു മണം വരാനായിട്ടാണ്. നമ്മൾ വീട്ടിൽ പൊടിച്ചു വെക്കുന്ന ഗരം മസാലയാണെങ്കിൽ ഏറ്റവും നല്ലത്, നല്ല മണം വരും. Annie's Kitchen. Let's cook with love.